മകളെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഡേറ്റ് വന്നിരിക്കുകയാണ്. ഈ വേക്കൻസി ലിസ്റ്റ് ആണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ഇപ്പൊ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷ കൊടുക്കുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കാത്തിരുന്ന മക്കൾക്ക് ഒരു വളരെ വലിയ സന്തോഷം. ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടാത്തവർക്ക്, ഇഷ്ടപ്പെട്ട സ്കൂളിൽ എന്ത് ചെയ്യാ കിട്ടാത്തവർക്ക് ട്രാൻസ്ഫർ, സബ്ജക്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ സ്കൂൾ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നാളായിട്ട് സ്കൂൾ ട്രാൻസ്ഫർ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം വരെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം, അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വന്നത്. അപ്പൊ ഏറെ വൈകുന്നു തന്നെ നമ്മൾ കരുതിയത്. പക്ഷേ ഈ വർഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പെട്ടെന്ന് തന്നെ വരാൻ തന്നെ സാധ്യതയുണ്ട്. കാരണം VHSCയുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. അപ്പൊ ഒരു 99% നിങ്ങൾക്ക് HSCക്കാർക്കും നാളെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. പറയാൻ കാരണം 99.9%. കാരണം VHSCയുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഇന്ന് വന്നിട്ടുണ്ട്. ആദ്യം വേക്കൻസി ലിസ്റ്റ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പൊ വേക്കൻസി ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യാൻ ഓരോ സ്കൂളും, നിങ്ങൾക്ക് പോകേണ്ട സ്കൂളിൽ വേക്കൻസി ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ എടുക്കാൻ പറ്റുള്ളൂ. യെസ്, അപ്പോ നിങ്ങൾ ഈ സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റ് എന്ന് കാണാം. ആ വേക്കൻസി ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോമ്പിനേഷൻ വേക്കൻസി ഉണ്ട്, ഒഴിവുണ്ടെന്ന് മക്കൾക്ക് അറിയാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് സ്കൂൾ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവിടെ സബ്ജക്ട് കോമ്പിനേഷനോ അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാ വേക്കൻസി ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഒരു സന്തോഷം ഉണ്ടാക്കി, അതായത് ഇല്ലാത്ത ലിസ്റ്റിൽ ഇല്ലാത്ത സ്കൂളിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് എടുത്തു പറയുന്നുണ്ട് കേട്ടോ. ട്രാൻസ്ഫർ ഈ ലിസ്റ്റിലുള്ള സ്കൂളിലോ അല്ലെങ്കിൽ ഒഴിവുകൾ ഇല്ലെങ്കിൽ പോലും ട്രാൻസ്ഫർ അപേക്ഷ നൽകാവുന്നതാണ്. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാം, അവിടെ ഓൾറെഡി ഉള്ള കുട്ടി വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ സ്കൂളും അപേക്ഷിക്കാം. പക്ഷെ കൂടുതൽ പ്രയോറിറ്റി അതെ, അത് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ, ഇനി തെറ്റ് പറ്റരുത്, ഇനി ഒരു അവസരം ഇല്ല. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളും ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷനും ഒന്നാമത് കൊടുക്കണം. എങ്ങനെയാണോ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്തത് അതേപോലെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച്, പ്രയോറിറ്റി അനുസരിച്ച് ഓരോ സ്കൂളും കൊടുക്കുക. ഏറ്റവും ഇഷ്ടമുള്ളത് ഒന്നാമത്. വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞാണ്. ഒരു രീതിയിലും തെറ്റിപ്പോരുത് എന്ന് പല തവണ റിപ്പീറ്റ് ചെയ്ത് ഞാൻ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിയാൽ നിർബന്ധമായും നിങ്ങൾ ആ സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ ആരോടും പറയാനില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കൊടുക്കുക. 100% നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസ്ഫർ ആകപ്പെടേണ്ടി വരും. ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നിങ്ങൾ അങ്ങോട്ടേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ VHSCക്കാർക്ക് എന്ന് വരെയാണ് നോക്കിയാൽ 20/6/2025 ഇന്ന് വൈകിട്ട് 4 മണി വരെ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഡേറ്റ് കണ്ടത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം ഇതാ കണ്ടോ, ഇന്ന് 4 മണി വരെ അവർക്ക് കൊടുക്കാൻ സമയമുള്ളൂ. ഇനി നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നാളെ വൈകിട്ട് വരെ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. അതെ, അപ്പോ നിങ്ങൾ ഏറ്റവും വിജിലന്റ് ആയിട്ടിരിക്കുക. വന്നാൽ ഉടനടി തന്നെ നമ്മൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വെറും 1 ദിവസമോ 2 ദിവസമോ ഒക്കെയാണ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നിങ്ങളുടെ ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം VHSC ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ഒക്കെ HSCയും VHSC ഒരുപോലെയാണ് പോയത്. അപ്പൊ ഇതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിവേ വന്നാൽ ഉടനെ നമ്മൾ ഉടനെ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ സ്ഥിരപ്രവേശനം നേടിയവർക്കൊക്കെ ഇപ്പോ ട്രാൻസ്ഫറിന്. അപ്പൊ അതിനേക്കാൾ വേറൊരു കാര്യം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കുഞ്ഞുമക്കൾ വെച്ചോളൂ. അപ്പൊ ബൈ.